പാർട്ട്-2 വെൽനസ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഡോക്ടർ ജിബു ജോർജ് വർഗീസ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഷോൾഡർ പെയിനെ കുറിച്ചാണ് ഡോക്ടർ നമ്മളോട് സംസാരിച്ചത്. ഷോൾഡർ പെയിൻ നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആയ ഒരു അസുഖമായതിനാൽ നമ്മുടെ ചോദ്യങ്ങളും സംശയങ്ങളും തീരുന്നില്ല. അതുകൊണ്ട് ഇന്നും ഡോക്ടർ നമ്മളോട് സംസാരിക്കാൻ പോകുന്ന അതേ വിഷയത്തെക്കുറിച്ചാണ്. വളരെ തിരക്കേറിയ ഒരു സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റായ ഇദ്ദേഹം ഇപ്പോൾ സവീത കോളേജ് ഓഫ് ഫിസിയോതെറാപ്പിയുടെ പ്രൊഫസർ ആൻഡ് വൈസ് പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്നു. ഇദ്ദേഹം ഇൻ്റർനാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു മളിഗൻ കോൺസെപ്റ്റ് ഇൻസ്ട്രക്ടർ കൂടിയാണ്. ഇന്ത്യക്ക് പുറത്തുള്ള അനേക സ്ഥലങ്ങളിൽ പല കോൺഫറൻസുകളും വർക്ക്ഷോപ്പുകളും നടത്തിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഡോക്ടർ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കിട്ടിയതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഡോക്ടർ അതിന് തന്നെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, വെൽക്കം ടു അവർ പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഷോൾഡർ പെയിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു. ഡോക്ടർ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷേ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. അപ്പോൾ നമ്മൾ റൊട്ടേറ്റർ കഫ്സിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. അതിനോട് അസോസിയേറ്റഡ് ആയ ഒത്തിരി പ്രോബ്ലംസും ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്നൊന്ന് പറഞ്ഞ് തുടങ്ങാമോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ആരംഭിച്ചത്. അപ്പോൾ ഈ റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മുടെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സിൻ്റേതായ ഒരു പ്രിസിഷൻ കൊണ്ടുവരുന്ന ഒരു സ്ട്രക്ചറാണ് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൊട്ടേറ്റർ കഫ് നമ്മൾ ബേസിക്കലി 4 മസിൽസാണ്: സൂപ്രാസ്പൈനറ്റസ്, ഇൻഫ്രാസ്പൈനറ്റസ്, ടീരീസ് മൈനർ, സബ്സ്കാപ്പുലറിസ് എന്ന് പറയുന്ന മസിൽസിൻ്റെ എക്സ്പാൻഷനാണ് ഈ റൊട്ടേറ്റർ കഫായിട്ട് എക്സ്പാൻഡായി പിന്നീട് ആ ബോണിലോട്ട് ഇൻസേർട്ട് ആവുന്നത്. അപ്പോൾ ഇതിൻ്റേതായ ഒരു നേച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ റൊട്ടേഷൻ കോമ്പണൻസ് ആണ് ബേസിക്കലി ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഷോൾഡറിൻ്റെ റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഷോൾഡറിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗ്രേസ്ഫുൾനെസ് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒരു ഫ്ലൂയിഡിറ്റി വരുന്നത് ഈ റൊട്ടേറ്റർ കഫിൻ്റെ ഒരു കൺട്രോളിൽ കൂടാണ്. അപ്പോൾ ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് ബേസിക്കലി അതിൻ്റെ ഒരു കൺട്രോളിലാണ് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൈ മേളിലോട്ട് പൊക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ മേളിൽ നിന്നൊരു സാധനം ഒബ്ജക്റ്റ് എടുക്കാനാണെങ്കിൽ ഒരു സാധനം എടുക്കുമ്പോൾ നമ്മുടെ കൈ അകത്തോട്ടും കറങ്ങുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ കൈ ഫ്രണ്ടിലോട്ട് നീക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് മൂവ്മെൻറ്റ്. പക്ഷേ വെറും ഈ മൂവ്മെൻറ്റും കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ചുമ്മാ കൈ പൊക്കുക. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മൾ പി ടി അവറിൽ ഡ്രില്ല് ചെയ്ത പോലെ ഇരിക്കും. പക്ഷേ നമ്മളതൊരു ഫങ്ഷൻ, ആക്ഷൻ വേറെ ഫങ്ഷൻ വേറെ. ഈ കൈ മേളിലോട്ട് പൊക്കുക എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. പക്ഷേ ഇതൊരു ഫങ്ഷനായിട്ട് മാറുമ്പോൾ വെറും കൈ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല, കൈ അകത്തോട്ട് കറങ്ങുകയും വെളിയിലോട്ട് കറങ്ങുകയും അങ്ങനെ പല മൂവ്മെൻറ്റ്സ് ഉണ്ട് ഷോൾഡറിൽ. അപ്പോൾ ആ ഫൈൻ ട്യൂണിങ് ഓഫ് ദ മൂവ്മെൻറ്റ്സ് ഓർ മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഈ റൊട്ടേറ്റർ കഫിൻ്റെ ഒരു ആക്ഷൻ മൂലമാണ്. അപ്പോൾ അതിൻ്റേതായ ആക്ടിവേഷൻ അതും പലപ്പോഴും നമ്മൾ ഇൻഡെപ്ത് നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റേതായ ക്രിയേഷൻ്റെ, ദൈവത്തിൻ്റെ ആ ക്രിയേഷൻ്റെ മനോഹരത്വം കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഓബ്ജക്റ്റ് മേളിൽ നിന്ന് എടുക്കുമ്പോൾ കൈ ഫ്രണ്ടിലോട്ട് പോവുക, ഇൻറ്റേർണലായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഓറിയൻറ്റേഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതുപോലെ ആ പോസ്ചറിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ക്ഷതമേൽക്കാം, ഇവിടെ ഒരു ഇഞ്ചുറി പോലെ വരാം. അത് ഫസ്റ്റ് ടൈം ആയിരിക്കത്തില്ല, സെക്കൻഡ് ടൈം ആയിരിക്കത്തില്ല. റിപ്പീറ്റഡ് ആയിട്ട് നമ്മളത് റോങ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഇഞ്ചുറി വരാം. അതുപോലെ ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് വീക്ക് ആണെങ്കിൽ നമ്മുടെ ഈ റൊട്ടേഷനിൽ തന്നെ ഒരു റൊട്ടേഷൻ മൂവ്മെൻറ്റിൻ്റേതായ ഒരു പ്രിസിഷനിലൊരു ഫോൾട്ട് വരും. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇഞ്ചുറി വരാനും അതുമൂലമുള്ള വേദനയും മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസും ഒക്കെ വരാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. സോ ഇൻഡിവിജ്വൽ മസിൽസ്, റൊട്ടേറ്റർ കഫ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക. ഇൻഡിവിജ്വലായിട്ടുള്ള ഞാൻ പറഞ്ഞ 4 മസിൽസിനെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ റൊട്ടേറ്റർ കഫിന് ബേസിക്കലി കഫ് എന്ന് പറയുന്നത് അതെല്ലാവരും 4 മസിലും കൂടെ ജോയിൻ്റ് ആകുമ്പോഴാണ് അതൊരു കഫ് എന്ന് പറയുന്നത്. ഷോൾഡറിന് മേളിലായിട്ട് ചുറ്റുമുള്ള ഒരു സ്ട്രക്ചർ. അപ്പോൾ ആ സ്ട്രക്ചറിന് ക്ഷതമേൽക്കാതിരിക്കാൻ തക്കവണ്ണം പ്രിവെൻറ്റീവ് മെഷേഴ്സും നമുക്ക് പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അതിന് വേണ്ടിയതായ എക്സസൈസസ് ഒക്കെ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ പ്രിവലൻസ് റേറ്റ് ഉണ്ട്. ഇങ്ങനെ ഏത് ഒരു ഓക്യുപ്പേഷനിലാണ്, ഏത് ആക്ടിവിറ്റിയിലാണ് അത് കൂടുതലും വരുന്നത്. കൂടുതലും റൊട്ടേഷൻ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ഇഞ്ചുറീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുർ ആകുന്നത്. പക്ഷേ സ്പോർട്സിൽ മാത്രമല്ല, ഇവ ഒരു സാധാരണക്കാരൻ പോലും, ഒരു പെയിൻറ്റർ ഓവർ ഹെഡ് പെയിൻറ്റിങ്, ഓവർ ഹെഡ് ഹോർഡിങ്സ് പെയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ
വാൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എപ്പോഴും ഓവർ ഹെഡ് ആക്ടിവിറ്റീസ് ആണ്. ഓവർ ഹെഡ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ കൈ എപ്പോഴും ഷോൾഡറിൻ്റെ തലയുടെ മുകളിലാണ് പെയിൻറ്റിങ് ആക്ടിവിറ്റി നടക്കുന്നത്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഷോൾഡറിൻ്റേതായ ആക്ടിവിറ്റി, കൈയുടേതായ ആക്ടിവിറ്റി തലയ്ക്ക് മുകളിലുള്ള ഒരു ലെവലിലാണ്. സോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് ഷോൾഡറിൻ്റേതായ ഫങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഷോൾഡറിൻ്റെ സ്റ്റെബിലിറ്റി മസിൽസിൻ്റേതായ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. സോ അങ്ങനെ ഉള്ള വ്യക്തികളിൽ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയാലും തന്നെ ഈ ബോർഡിലൊക്കെ സ്ഥിരമായിട്ട് ഇരിക്കുന്ന വ്യക്തികളാണ്. സോ അങ്ങനെയുള്ള ഒരു പ്രൊഫഷൻസിലൊക്കെ വളരെ അധികമായിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ റൊട്ടേറ്റർ കഫിൻ്റെ സ്ട്രെങ്ത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. സോ അങ്ങനെ വീക്ക്നെസ് ഉള്ള വ്യക്തികൾക്കാണ് പെട്ടെന്ന് ഇഞ്ചുറി വരികയും പിന്നീട് ഇഞ്ചുറി വരുമ്പോൾ അവരത് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ, അതിൻ്റേതായ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാൽ, സ്ട്രെങ്തനിങ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നീടും അത് റിപ്പീറ്റഡ് ഇഞ്ചുറി ആകും. പിന്നീട് ഒരു റിപ്പീറ്റഡ് ഇഞ്ചുറി ആയിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് ക്രോണിക്കായി. ക്രോണിക് എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ ഒരു ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ അതവിടെ ഹീലിംഗ് നടക്കും. ഹീലിംഗ് നടക്കുമ്പോൾ നമുക്ക് ആ ഒറിജിനൽ സ്ട്രക്ചറിൻ്റെ ഷേപ്പ് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അവിടെ പിന്നീട് നമ്മൾ കാണുന്ന ഒരു സ്കാർ ടിഷ്യൂ ആണ്. ഇപ്പോൾ നമ്മുടെ തൊലി പൊള്ളിക്കഴിഞ്ഞാലോ തൊലി കീറിക്കഴിഞ്ഞാലോ അവിടെ നമുക്ക് കാണുന്നത് പിന്നീട് ഒരു പാട് കാണാം. ആ കാണുന്ന പാട്, ആ സ്ട്രക്ചർ ഒറിജിനൽ സ്കിന്നിൻ്റെ സ്ട്രക്ചർ അല്ല. അതിൻ്റെ പ്രോപ്പർട്ടിയും ക്വാളിറ്റിയും ഒക്കെ വേറെയാണ്. സോ നമുക്ക് അകത്തും അതുപോലെ തന്നെ ഈ റൊട്ടേറ്റർ കഫിന് ഒരു ടയറോ ഒരു ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കാതെ അത് വിട്ട് കഴിഞ്ഞാൽ പിന്നീടും അത് റിപ്പീറ്റഡ് ടയറായി അതൊരു സ്കാർ ടിഷ്യൂ ആയി മാറും. സ്കാർ ടിഷ്യൂ ആയി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഒരിക്കലും അതിൻ്റെ ആ ഒറിജിനൽ സ്ട്രക്ചറിൻ്റെ ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോഴത് വീണ്ടും വീണ്ടും അത് പിന്നെ ഇഞ്ചുറി ആകുക, പിന്നെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാൻ വയ്യാതായി വരിക. പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പിന്നെ പറയുക, പഴയ പോലെ ഒന്നും എനിക്ക് കൈപൊക്കി ചെയ്യാൻ കഴിയത്തില്ല, ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര കഴപ്പും വേദനയാണ് ഷോൾഡറിന്. സോ ഞാനിപ്പോൾ ജോലി മാറ്റി, ഞാനിപ്പോൾ വേറെ ഒരു ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്. അതേ സമയത്ത് ഇതിനൊക്കെ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തികളെ നമ്മളെ ആദ്യമേ ഒന്ന് ഏർലിയറായിട്ട് സമീപിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റേതായ എക്സസൈസസും ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അതിൻ്റേതായ എക്സസൈസസും അതിൻ്റേതായ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സും പറഞ്ഞു കൊടുക്കും. ടെക്നിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് കറക്ഷൻ പറഞ്ഞു കൊടുക്കും. സോ ആ ബയോമെക്കാനിക്കൽ, ടെക്നിക്കൽ എന്ന് വെച്ചാൽ ബയോമെക്കാനിക്കൽ, ആ മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷനിലാണ് ചെയ്യേണ്ടത്, ചെയ്യുമ്പോൾ എന്തൊക്കെ കറക്ഷൻസാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഇഞ്ചുറി വീണ്ടും വഷളാകാതിരിക്കാൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അവിടാണ് അതിൻ്റേതായ സിഗ്നിഫിക്കൻസ്. നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ഈ ഇഞ്ചുറി ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ ഡോക്ടറിൻ്റെ കെയർ അനുസരിച്ച് ഡോക്ടർ നമുക്ക് വേണ്ടിയതായ മെഡിക്കേഷൻസ്, അനൽജസിക്സ്, ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് ഒക്കെ തന്ന് നമുക്ക് വേണ്ടിയതായ കെയറൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഈ ടെക്നിക്കലായിട്ട് മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് എപ്പോഴും അത് നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം ഒരു ഫിസിയോതെറപ്പിസ്റ്റാണ് അതിനെക്കുറിച്ച് കൂടുതലും പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫിസിയോതെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു വേറെ ആ ഒരു പ്രൊഫഷന് വേറെ ഒരു ടെർമിനോളജിയാണ് മൂവ്മെൻറ്റ് സയൻറ്റിസ്റ്റ്. സോ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഫിസിയോതെറപ്പിസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ആ ടെർമിനോളജി കൊടുത്തേക്കുന്നത്. ഈ ഫിസിയോതെറപ്പിസ്റ്റ് ഈസ് എ മൂവ്മെൻറ്റ് സയൻറ്റിസ്റ്റ്. അപ്പോൾ ആ മൂവ്മെൻറ്റിൽ വരുന്ന ഫോൾട്ട് കണ്ടുപിടിക്കുകയും അതിൻ്റെ ആ ക്ലാരിറ്റി കൊണ്ടുവരികയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു ഫിസിയോതെറപ്പിസ്റ്റിൻ്റെതായ ജോലി. സോ അതിൻ്റെ ഒരു റൊട്ടേറ്റർ കഫിൻ്റെ ഒരു ഇഞ്ചുറി വരുമ്പോൾ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ സ്ട്രെങ്തനിങ് പാർട്ടുമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അകത്തോട്ട് കൈ ഇങ്ങനെ ഒരു നമ്മൾ ഇപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ ഹോം മേക്കർ ഇപ്പോൾ ഷെൽഫിൻ്റെ മേളിൽ ഇരിക്കുന്ന ഒരു ജാർ എടുക്കണമെങ്കിൽ തന്നെ കൈ മേളിലോട്ട് കൊണ്ടുപോയിട്ട് അകത്തോട്ട് തിരിക്കും. ഷോൾഡർ ഒരു റൊട്ടേഷൻ കോമ്പണൻ്റ് ഉണ്ട്. എടുത്തിട്ട് അവിടെ നിന്ന് എടുത്താണ് താഴോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ സൈഡിൽ വെളിയിലോട്ടുള്ള ഒരു ഷെൽഫാണെങ്കിൽ എടുത്തിട്ട് വെളിയിലോട്ടൊരു റൊട്ടേഷനുണ്ട്. സോ ആ റൊട്ടേഷൻ കോമ്പണൻ്റാണ് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ആ വ്യക്തിയുടേതായ കപ്പാസിറ്റി ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അസസ് ചെയ്യും. എന്ന് വെച്ചാൽ കൈ പൊക്കുമ്പോൾ ആ ബോട്ടിലിൻ്റെ വെയിറ്റ് എത്രയാണ്, അത്രമാത്രം വെയിറ്റ് പൊക്കാനുള്ള സ്ട്രെങ്ത് ആ ഷോൾഡറിനുണ്ടോ. ഇപ്പോൾ ഒരു വലിയ ജാറാണെങ്കിൽ വലിയൊരു ജാറോ വലിയൊരു കാര്യമോ മേളിൽ വെച്ചേക്കുന്നെങ്കിൽ പൊക്കിയെടുത്ത് താഴോട്ട് വെക്കണം. ആ താഴോട്ട് വെക്കുന്ന സമയത്ത് എത്രമാത്രം നമ്മുടെ ഷോൾഡറിന് ആ വെയിറ്റ് താങ്ങാനുള്ള ശേഷി ഉണ്ടെന്ന് നമ്മൾ അസസ് ചെയ്യും. പേഷ്യൻറ്റിന് എത്രമാത്രം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അസസ് ചെയ്യും. അതുപോലെ തന്നെ അത് ഹാംഫുള്ളാണോ അതോ അത് ചെയ്യാൻ പറ്റുന്നതാണോ ചെയ്യാൻ പാടുള്ളതാണോ
എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. കുട്ടികളിലും ഇപ്പോൾ ഷോൾഡർ പെയിൻ കണ്ടുവരുന്നില്ലേ? ഈ കുട്ടികളിൽ വരുന്ന ഷോൾഡർ പെയിൻ ഈ പ്രായമായവരിൽ വരുന്ന ഷോൾഡർ പെയിനിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നത്? ഇന്നത്തെ ജനറേഷനിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചോദിച്ചത്. എന്ന് വെച്ചാൽ അഡൽട്ട്സിൽ നമ്മൾ പലപ്പോഴും പ്രോബ്ലംസ് കാണാറുണ്ട്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെയും സജസ്റ്റ് ചെയ്യും. അതേ സമയത്ത് പിള്ളേരിലാണെങ്കിൽ പിള്ളേരുടെ കൂടുതലും പ്രോബ്ലംസ് വീക്ക്നെസ്സിനെ റിലേറ്റ് ചെയ്തുള്ളതാണ്. കാരണം അവർക്ക് ഇഞ്ചുറി നിന്ന് വരാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല, കുറവാണെങ്കിൽ തന്നെയും അവർക്ക് കൂടുതലും ആ ഒരു വീക്ക്നെസ് ആണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി അധികം നേരം ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഷോൾഡർ കഴയ്ക്കുന്നതായ ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു ബലമില്ലാത്തൊരവസ്ഥയാണ്. അതാണ് അവർ കൂടുതലും കംപ്ലയിൻറ്റ് ചെയ്യാറുള്ളത്. അതിൻ്റെ ബേസിക് റീസൺ എന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ജനറേഷൻ്റെ ഒരു നേച്ചർ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ പണ്ടത്തെ ഒരു 15 വർഷം മുമ്പുള്ള ഒരു ജനറേഷൻ എന്ന് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലാണ്. അതൊരു സ്കൂൾ ലെവലിലായാലും ശരി, ഒരു കോളേജ് ലെവലിലായാലും ശരി, സ്പോർട്സ് ആൻഡ് ആക്ടിവിറ്റീസിൽ കൂടുതലും സമയം ചെലവഴിക്കുന്ന ഒരു 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 സർക്കംസ്റ്റാൻസസ് ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതേ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പിള്ളേരായാലും, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായാലും, കോളേജ് ലെവലിലുള്ള പിള്ളേരായാലും അവരുടേതായ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ആ ഒരു ടൈം ഡ്യൂറേഷൻ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ബോഡിയുടെ ഷേപ്പിൻ്റെ ഫോർമേഷൻ എവറിത്തിങ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി അനുസരിച്ചാണ് നമ്മുടെ ബോഡിയുടെ ഷേപ്പും നമ്മുടേതായ മസിൽസിൻ്റെയും ജോയിൻസിൻ്റെയും ഒക്കെ ഡെവലപ്മെൻറ്റും അതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ ഡെവലപ്പ് ആകുന്നത്. നമ്മൾ ന്യൂട്രീഷനിൽ ന്യൂട്രീഷൻ ഹാസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബോഡി. പക്ഷേ എല്ലാം ന്യൂട്രീഷൻ അല്ല. കാരണം നമ്മൾ ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ വുൾസ് ലോ എന്നും പറഞ്ഞൊരു ലോ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ബോണിൻ്റെ ഷേപ്പും ബോണിൻ്റേതായ സ്ട്രെങ്ത്തും ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി എമൗണ്ട് ഓഫ് ഫോഴ്സ് ദാറ്റ് ഇറ്റ് എൻകൗണ്ടേഴ്സ്. അതൊരു സ്ട്രക്ചറിന് നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ ബോണിന് കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇപ്പം നമ്മൾ അതിനൊരു ആക്ടിവിറ്റി കൊടുത്തില്ലെങ്കിൽ അത് വളരെ ഫ്രജൈലായിട്ടുള്ളൊരു സ്ട്രക്ചറായിട്ടായിരിക്കും അത് വളർന്നു വരുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഡെവലപ്പ് ദി സ്ട്രക്ചേഴ്സ് ബേസ്ഡ് ഓൺ ദി ആക്ടിവിറ്റി ദാറ്റ് വി റിക്വയർ. സോ നമ്മളത് ഡെഫിനറ്റ്ലി ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചൈൽഡിൻ്റെ ഒരു സ്കൂൾ ഗോയിങ് ചൈൽഡിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു കാര്യമാണ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അത് ഒരുപക്ഷെ പേരൻസിൻ്റെ ഒരു മിസ്കൺസെപ്ഷൻ കാണാം. കൂടുതൽ സമയം പഠിത്തത്തിൽ ചിലവഴിക്കുക, ടേബിളിൽ തന്നെ ഇരിക്കുക, പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല. പിന്നെ അവന് കുഞ്ഞിന് കിട്ടുന്ന കുറച്ച് ടൈം ആവും പിന്നെയും വീണ്ടും ഐപാഡിലോ അല്ല സ്മാർട്ട് ഫോണിലോ ആയിരിക്കും ബാക്കി ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടെലിവിഷന് മുമ്പിലായിരിക്കും. സോ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് അവിടെ സമയം വളരെ കുറവാണ്. സോ അങ്ങനെയുള്ള പ്രവണത ഇപ്പോൾ വളരെ അധികമാണ്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ഷോൾഡറിൻ്റെ മാത്രമല്ല, ശരീരത്തുള്ള പല ജോയിൻസിൻ്റെയും പ്രോബ്ലംസിനുള്ള റീസൺ അത് തന്നെയാണ്. അതുപോലെ തന്നെ സ്കൂളിലെ ഒരു പ്രവണതയാണല്ലോ ഒരു ബാഗ്സ്. അത്രയും വെയിറ്റ് പൊക്കണമെങ്കിൽ അവൻ അത്രയും വെയിറ്റ് ഷോൾഡറിലിട്ടുകൊണ്ട് അതും പൊക്കിക്കൊണ്ടാണ് നടക്കുമ്പോഴത്തേന് അത് കൗണ്ടർ ചെയ്യാനായിട്ട് ഇത്രയും വെയിറ്റ് അല്ലേ നമ്മുടെ പുറത്ത് കിടക്കുന്നത്. അപ്പോൾ പുറത്ത് കിടക്കുന്ന വെയിറ്റ് കൗണ്ടർ ചെയ്യാനായിട്ട് അവൻ മുമ്പോട്ട് പോകും. സോ ഈ മുമ്പോട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് എടുത്ത് നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ നമ്മൾ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ട്യൂബിങ്സ് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിലൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഇലാസ്റ്റിക് ട്യൂബിങ്സ് വെച്ച് അല്ലെങ്കിൽ ഇലാസ്റ്റിക് റോൾസ് വെച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അതുപോലെയുള്ളൂ ഈ ബാഗ് പുറയിലിടുന്നത്. നമ്മൾ ബാഗ് ഇത്രയും വെയിറ്റ് പുറയിലിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ആ കുഞ്ഞാണെങ്കിൽ ബാഗ് കൗണ്ടർ ചെയ്യാനായിട്ട് ഇങ്ങനെ മുമ്പോട്ട് വന്ന് ക്രൗച്ച് ചെയ്തിരിക്കും. ഈ ക്രൗച്ച് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലുള്ള മസിൽസിന് കൂടുതലും എക്സസൈസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ബേസിക്കലി ഒരു ഇംബാലൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫ്രണ്ടിലുള്ള മസിൽസിനെയൊക്കെ ടൈറ്റ് ആക്കുകയും പുറയിലുള്ള മസിൽസ് എല്ലാം സ്ട്രെച്ച് ആൻഡ് വീക്കൺ ആകുകയും ചെയ്യുകയാണ്. ഫ്രണ്ടിലുള്ള മസിൽസ് ആണെങ്കിൽ എല്ലാം ടൈറ്റായി പോകും, പുറയിലുള്ള മസിൽസ് എല്ലാം സ്ട്രെച്ച് ആയിട്ട് വീക്കായി പോവുകയും ചെയ്യും. സോ ബേസിക്കലി വി ആർ കോസിങ് എൻ ഇംബാലൻസ്, മസ്കുലർ ഇംബാലൻസ്. സോ ആ ബാഗ് അവൻ്റെ പുറത്തില്ലെങ്കിൽ തന്നെയും വീണ്ടും അവൻ അതേ പൊസിഷനിൽ വന്നിരിക്കും. കാരണം ഹീ ഈസ് യൂസ് ടു ദാറ്റ്. പിന്നെ ആ മസിൽസിൻ്റെ ഒരു നേച്ചറും ആ മസിലും അതുപോലെ അങ്ങനെ ഒരു ആക്ടിവിറ്റിക്ക് ട്രെയിൻഡായി വരികയാണ്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ കൂടുതലും ഷോൾഡേഴ്സ് പിന്നീട് അതേ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അപ്പോൾ അവൻ ഈ പോസ്റ്ററിലാണ് വളർന്നു വരുന്നത്.
പിന്നീട് അവൻ എന്തെങ്കിലും ഒരു ഓവർഹെഡ് ആക്ടിവിറ്റി ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു പൊസിഷനിലായിരിക്കും, ഒരു മാൽ പൊസിഷനിലായിരിക്കും ആ കൈ മേളിലോട്ട് പൊക്കുന്നത്. അപ്പോൾ ഈ ഒരു പറഞ്ഞ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത റൊട്ടേറ്റർ കഫ് ആയാൽ തന്നെയും പോയി വേറെ ഡയറക്ഷനിൽ പോയി വേറെ ഏതെങ്കിലും ഒരു ബോണി സ്ട്രക്ചറിൽ പോയി പറഞ്ഞുകൊണ്ടിരിക്കും. സോ അങ്ങനെ പല പ്രോബ്ലംസും ഉണ്ടാകാം. സോ നമ്മൾ ഈ ഒരു കോളേജ് ലെവലിലോ സ്കൂൾ ലെവലിൽ തന്നെ അത് കറക്ഷൻ നടക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് സ്കൂൾ അതോറിറ്റീസ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഫിസിക്കൽ ആക്ടിവിറ്റിക്ക്. അതുപോലെ തന്നെ പോസ്റ്ററൽ കറക്ഷൻ അതൊക്കെ പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവർക്ക് ലെക്ചർ കൊടുക്കുകയല്ല, അവരുടെ പ്രായത്തിൽ അവരുടെ ആ ഒരു മൈൻഡിനെ ക്യാപ്ചർ ചെയ്യത്തക്കവണ്ണം വേണം അതൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ. അത് കോമിക്സ് ആയാലും ശരി, അല്ലെങ്കിൽ പിക്ചറിസ്റ്റിക് പ്രസൻറ്റേഷൻ ആയാലും ശരി, എങ്ങനെയായാലും അതൊരു മെസ്സേജ് പിള്ളേരിൽ എത്തിക്കണമെങ്കിൽ അവരുടെ രീതിയിൽ തന്നെ അത് എത്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേ അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുകയുള്ളൂ. സോ ഇന്നത്തെ കാലത്ത് പിള്ളേരിൽ കാണുന്ന ഷോൾഡറിൻ്റെതായ പ്രോബ്ലംസും വളരെ അധികമാണ്. ഇനി ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്താണെന്നും എങ്ങനെയാണ് ഷോൾഡർ ബോൺ ഡിസ്ലൊക്കേറ്റ് ആകുന്നതെന്നും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമോ? യെസ്. ഇപ്പോൾ ഷോൾഡറിൻ്റെ ഡിസ്ലൊക്കേഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഡിസ്ലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മുടെ ഒരു ജോയിൻറ്റിൻ്റെ പൊസിഷൻ മാറുന്നതാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറ്റ് ഇസ് എ ഷോൾഡർ ഓർ ഗ്ലീനോഹ്യൂമറൽ ജോയിൻറ്റ് ഈസ് എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ കാണുന്ന ഒരു ബോൾ ഒരു ചെറിയ സോക്കറ്റിൽ നിൽക്കുന്നതാണ് ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു ഡിസ്പ്രൊപ്പോർഷൻ ഉണ്ട്. ഹെഡ് വളരെ വലുതാണ്, സോക്കറ്റ് ചെറുതാണ്. ഇത് ഹിപ്പിന് നേരെ മറിച്ചാണ്. ഹിപ്പിൻ്റെ ബോൾ ഹെഡ് ചെറുതാണ്, സോക്കറ്റ് സ്വല്പം പ്രൊപ്പോർഷനലി ഇച്ചിരി വലുതാണ്, ഇച്ചിരൂടെ എൻകവർ ചെയ്യും. പക്ഷേ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഹെഡ് വളരെ വലുതും ആ സോക്കറ്റ് എന്ന് പറയുന്നത് വളരെ പ്രൊപ്പോർഷനലി ചെറുതുമാണ്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഡിസ്ലൊക്കേറ്റ് ആകാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. പക്ഷേ അഗെയിൻ ഗോഡ്സ് ക്രിയേഷൻ ഇസ് മാഗ്നിഫിഷ്യൻ്റ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയതായ സപ്പോർട്ടീവ് സ്ട്രക്ചേഴ്സും അതിൻ്റെ കൂടെ തന്നെയുണ്ട്. ജോയിൻ്റ് ക്യാപ്സ്യൂൾ, പിന്നെ ജോയിൻറ്റിൻ്റെതായ ലേബ്രം, അങ്ങനെയുള്ള സപ്പോർട്ടീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതാണ് അതിന് സ്ട്രക്ചറൽ സ്ട്രെങ്ത് കൊടുക്കുന്നത്. പിന്നെ കൂടാതെ ലിഗമെൻറ്റ്സ് എന്നും പറഞ്ഞ സാധനങ്ങളുണ്ട്. ലിഗമെൻറ്റ്സ് ഓൾസോ ഗിവ്സ് structural stability. So these are the things which give a structural stability to the joint. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പക്ഷേ ആ ജോയിൻറ്റിൻ്റെ കോൺഗ്രുവൻസി ആൻഡ് ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് താഴോട്ട് പോകാവുന്നതാണ്. നല്ലൊരു ഫോഴ്സ് സൈഡിൽ നിന്ന് നല്ലൊരു ഫോഴ്സ് ഈ ഡയറക്ഷനിൽ നല്ലൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അത് താഴോട്ട് പോകാവുന്നതാണ്. സോ അങ്ങനെ പോയി കഴിയുമ്പോൾ ഈ ഒന്നിൽ ലിഗമെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ക്യാപ്സ്യൂൾ ആയിരിക്കും, ചിലപ്പോൾ ഈ ലേബ്രം ആയിരിക്കും, ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ഡാമേജ് ആയിരിക്കും അത് ഗീവ് അവേ ആവുന്നത്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ചിലപ്പോൾ നമ്മുടെ ഈ ജോയിൻറ്റ് സപ്പോർട്ടീവ് സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല, റൊട്ടേറ്റർ കഫ് മസിൽ ആയാലും മറ്റുള്ള ഈ പാസീവ് സ്ട്രക്ചേഴ്സ് ക്യാപ്സ്യൂൾ, ലിഗമെൻറ്റ്സ്, ലേബ്രം, അതൊക്കെ ക്രമേണ അത് വീക്കായാലോ അത് ലാക്സ് ആയാലും ഡിസ്ലൊക്കേഷൻസ് നടക്കാം. ചിലപ്പോൾ ട്രോമാറ്റിക് ആയിരിക്കാം. ഇപ്പോൾ ഒരു വ്യക്തി താഴോട്ട് വീണു, ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴോട്ട് വീണ് ഷോൾഡർ പോയി തറയിൽ ഇടിച്ച് അത് ഡിസ്ലൊക്കേറ്റ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ ഒരു കാര്യമാണ്, ഡിസ്ലൊക്കേഷൻ്റെ ഡയറക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ താഴോട്ടായിരിക്കും ഡിസ്ലൊക്കേറ്റ് ആവുന്നത്, ചിലപ്പോൾ മുമ്പോട്ടായിരിക്കും ഡിസ്ലൊക്കേറ്റ് ആവുന്നത്. സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യുന്നത് സാധാരണ ഉടനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോവുകയോ ഹോസ്പിറ്റലിൻ്റെതായ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോവുകയും അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡോക്ടറുള്ള ഓർത്തോപെഡിഷനുള്ള ഒരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് റീലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ്. പക്ഷേ റീലൊക്കേറ്റ് ചെയ്താലും ഇപ്പോൾ നമുക്ക് അവിടെ എത്രമാത്രം സ്ട്രക്ചേഴ്സ് ഡാമേജ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഒരു ഇമ്മൊബിലൈസേഷൻ ഫേസിൽ കൊണ്ടുവരും. കഫ് ആൻഡ് കോളർ ഇട്ട് കുറച്ച് നാളെ ഇമ്മൊബിലൈസേഷനിൽ കൊണ്ടുവരും. അത് എനിവേ ദാറ്റ് ഇസ് ലെഫ്റ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡോക്ടർ. അത് ഡോക്ടറാണ് തീരുമാനിക്കുന്നത് അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തോ ചെയ്യണമെന്ന്. സോ അത് ചെയ്തിട്ട് ഒരു ഡേഞ്ചർ ഫേസ് പ്ലസ് ഹീലിംഗ് ഫേസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേനായിരിക്കും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് അയക്കുന്നത്. കാരണം തിരിച്ച് മൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം. സോ അങ്ങനെ മൂവ്മെൻറ്റ്സ് കൊണ്ടുവരേണ്ട സാഹചര്യത്തിലാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് പിന്നെ വീണ്ടും അസസ് ചെയ്ത് പിന്നെ അതുപോലെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നോക്കി എത്രമാത്രം സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് ആണ്, അതിൻ്റെ ഹീലിങ്ങിനെ കുറിച്ചൊക്കെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്
പിന്നെ നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഞങ്ങൾ തീരുമാനിക്കും എത്രമാത്രം മൂവ്മെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ലൊക്കേഷൻ താഴോട്ടായിരുന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ മുമ്പോട്ടായിരുന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പാടില്ല. അതനുസരിച്ചുള്ള എക്സസൈസസ് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് പേഷ്യൻറ്റിനെ കൊണ്ട് ചെയ്യിച്ച് പേഷ്യൻറ്റിന് വേണ്ടിയതായ അഡ്വൈസ് കൊടുത്ത് ഏതൊക്കെ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യണം, ഏതൊക്കെ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വലിയ ട്രോമ അല്ലെങ്കിൽ വലിയ ഡാമേജസ്, സ്ട്രക്ചറൽ ഡാമേജസ് നടന്നിട്ടില്ലെങ്കിൽ വി വിൽ ബി സക്സസ്ഫുൾ ഇൻ റീഹാബിലിറ്റേറ്റിംഗ് ഹിം ബാക്ക് ടു ഓൾമോസ്റ്റ് നിയർ നോർമൽ ഫങ്ഷൻ. അതേസമയത്ത് പെർമനൻറ്റ് ഡാമേജസ് ഉള്ള പക്ഷത്തിൽ നമ്മൾ പ്രിക്കോഷൻസും കെയറും പറഞ്ഞിട്ട് വേണം ട്രെയിനിങ് ചെയ്തിട്ട് തിരിച്ചു വിടും. പേഷ്യൻറ്റിനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. സോ അങ്ങനെ ഡിസ്ലൊക്കേഷൻ ഇസ് എ ബിഗ് ടോപ്പിക് അഗെയിൻ, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡാമേജ് ഡൺ. ചില ടൈപ്പ് ഓഫ് ഡിസ്ലൊക്കേഷനിൽ അവർ ഈവൻ ദേ ഗോ ഇൻ ഫോർ സർജറീസ്, ദേ ഗോ സ്ലാപ്പ് ലീഷൻ എന്ന് പറയും. സോ അതിൻ്റെയൊക്കെ റിപ്പയർ ആർത്രോസ്കോപ്പിക്കായിട്ട് ഡോക്ടേഴ്സ് ചെയ്യും. ആർത്രോസ്കോപ്പിക് സർജൻ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ആർത്രോസ്കോപ്പിക് സർജറി. ഒരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടറിൻ്റെ കയ്യിലാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു സർജറി. അതെല്ലാം റിപ്പയർ ചെയ്തിട്ട് ദെൻ ദ പേഷ്യൻറ്റ് ക്യാൻ കം ബാക്ക് ടു നോർമൽ ഫങ്ഷൻ. സോ അത് എത്രമാത്രം അത്രയും ഡെലിക്കേറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു അത്രമാത്രം നമുക്ക് റീഹാബിലിറ്റേഷൻ വളരെ ബെനിഫിഷ്യൽ ആകും പേഷ്യൻസിന്. You can see it's happening even in athletes or sports individuals. വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ബാസ്കറ്റ് വോളിബോളിലൊക്കെ കാണാവുന്ന ഒരു ഈസി ആയിട്ട് ഇഞ്ചുർ ആവുന്ന ഒരു സ്ട്രക്ചറാണ്. കോമൺ ആയിട്ട്, ഈസി ആയിട്ടല്ല, കോമൺ ആയിട്ട് കാണുന്ന ഇഞ്ചുറീസാണ്. അത് റീഹാബിലിറ്റേറ്റ് ചെയ്ത് പല പ്ലെയേഴ്സും തിരിച്ച് സ്പോർട്ടിംഗ് ലെവലിൽ തന്നെ പോയിട്ടുമുണ്ട്. അതാണ് ഡിസ്ലൊക്കേഷൻ ബേസിക്കലി. ഡോക്ടർ, ഇപ്പം നമ്മൾ ഷോൾഡർ പെയിനെ കുറിച്ച് വായിക്കുമ്പോൾ കാണുന്ന ഒന്നാണ് ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം. അതെന്താണെന്നോ, അതിന് ഈ ഒരു വിഷയത്തിൽ ഇത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് പറയാമോ? ഓക്കെ, ഇംപിഞ്ച്മെൻ്റ് എന്ന ആ ടെർമിനോളജിയുടെ മീനിങ് നമുക്ക് മനസ്സിലാവുമല്ലോ. സംതിങ് ഗെറ്റിംഗ് ഇംപിഞ്ച്ഡ്, രണ്ട് സ്ട്രക്ചർ പോയി ഒരു ഞെങ്ങുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഇംപിഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ ഈ ഷോൾഡർ മേളിലോട്ട് പൊക്കി കഴിയുമ്പോഴത്തേന് ഞാൻ പറഞ്ഞാൽ ഈ റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന സ്ട്രക്ചർ, അത് മേളിൽ പോയി ആ പർട്ടിക്കുലർ അക്രോമിയൻ എന്ന് പറയുന്ന സ്ട്രക്ചറുണ്ട്. നമ്മുടെ ഈ സ്കാപ്പുല അല്ലെങ്കിൽ ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുന്ന ബോണിൽ നിന്ന് മേളിലോട്ട് വരുന്ന ഒരു പ്രൊജക്ഷനാണ് അക്രോമിയൻ. അതിൻ്റെ അടിയിലുണ്ട് അക്രോമിയൽ ആർച്ച്. സോ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഈ നമ്മുടെ പോസ്ചർ ശരിയല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമറൽ ഹെഡ്, ഈ ബോൺ, ഈ കയ്യുടെ കാണുന്നതായ ഹ്യൂമറസ് ബോൺ അല്ലെങ്കിൽ ഫണ്ണി ബോൺ എന്ന് പറയുന്ന ഹ്യൂമറസ് ബോണിൻ്റെ പൊസിഷൻ മാറി കഴിയുമ്പോഴത്തേന് നമ്മളത് കൈ മേളിലോട്ട് റോങ് പൊസിഷനിൽ മേളിലോട്ട് പോക്കുമ്പോൾ ഈ റൊട്ടേറ്റർ കഫ് മേളിൽ പോയി ഇടിക്കും. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം മേളിൽ പോയി ഇടിക്കുമ്പോൾ നമ്മളത് കാര്യമാക്കത്തില്ല. പിന്നീടത് ഒരു ഇഞ്ചുറിയായി, സ്വെല്ലിംഗ് ആയി, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പിന്നെ നമ്മളത് കാര്യമാക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പേഷ്യൻ്റ് മുമ്പോട്ട് വന്നിട്ട് പറയും, എനിക്ക് ഓരോ പ്രാവശ്യം കൈ പൊക്കുമ്പോഴോ കൈ അകത്തോട്ട് തിരിക്കുമ്പോഴോ ഒരു മേളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് വളരെ വേദനയുണ്ട്. ഫോർവേഡ് ഈ ഫ്രണ്ട് സൈഡ് ഇവിടെ മാത്രം പിൻ പോയിൻ്റ് ചെയ്യും, ഇവിടെ മാത്രമായിട്ട് എനിക്ക് ഭയങ്കര വേദന അനുഭവപ്പെടുന്നുണ്ട്. സോ നമ്മളവിടെ ആ സ്ട്രക്ചർ നമ്മൾ അതിനുള്ള ടെസ്റ്റുകളുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് തന്നെയുണ്ട്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ദിസ് ഇസ് പ്യുവർലി ആൻ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം, ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം ആണെന്ന് മനസ്സിലാകും. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വി വിൽ ട്രൈ ടു കറക്റ്റ് ദ പോസ്ചർ. ദർ ആർ മാനുവൽ തെറപ്പി പ്രൊസീജിയേഴ്സ് ഫോർ ദാറ്റ്. കൈ കൊണ്ട് തന്നെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ടേപ്പിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അഗെയിൻ ഷോൾഡർ സ്ട്രെങ്തനിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, പോസ്ചറൽ റീലൊക്കേറ്റിംഗ് എക്സസൈസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേന് വി വുഡ് ബി ഏബിൾ ടു ഹെൽപ്പ് ദ പേഷ്യൻറ്റ്. അഗെയിൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്രോണിസിറ്റി. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ, കൂടുതൽ ഡാമേജ് ഇല്ലാതെ വരികയാണെങ്കിൽ നമുക്കത് എക്സസൈസസ് കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒത്തിരി ഡാമേജ് ആയി, ഒത്തിരി പേഷ്യൻ്റ് തന്നെ അവൻ്റെ കണ്ടീഷൻ, അവൻ്റേതായ കണ്ടീഷൻ ഇഗ്നോർ ചെയ്തിട്ട് വളരെ ക്രോണിക്കായി അധികമായി കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് എ ലോങ്ങർ ടൈം ടു റീഹാബിലിറ്റേറ്റ് ദ പേഷ്യൻ്റ് ബാക്ക് ഇൻ ടു ഇറ്റ്സ് പൊസിഷൻ. സോ ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം. അതുപോലെ തന്നെ AC ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ എന്താണെന്നും കൂടി പറയുമോ? അതന്നെ. ആൻഡ് ബിഫോർ ദാറ്റ്, ആ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോമിൽ തന്നെ സ്ട്രക്ചറൽ ചേഞ്ചസ് കാരണം വരാവുന്ന സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ അക്രോമിയൻ പ്രോസസ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ, അക്രോമിയൻ ടൈപ്സ് പല ടൈപ്സ് ഉണ്ട്. സോ അത് കാരണം അതിൻ്റെ ആ സ്ട്രക്ചർ, അത് ചില അക്രോമിയനൊക്കെ പ്രായം കൂടുമ്പോൾ അത് താഴോട്ട് പോയിൻ്റ് ആയി പോകും, ഒരു പോയിൻ്റ് പോലെ വരും. അപ്പോൾ അങ്ങനെ പോയിൻ്റ് ആകുമ്പോൾ അത് കാരണം ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം വരാം. സോ അങ്ങനെയുള്ള അവസ്ഥയിൽ
The doctor will take the call. He will decide whether the condition requires a surgery and whether anything needs to be done surgically. So that is what I just wanted to add upon that particular point. പിന്നെയും വീണ്ടും when we talk about AC joint dysfunction, AC joint എന്ന് പറയുന്നത് acromioclavicular joint. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. നമ്മുടെ ഈ ക്ലാവിക്കിളും ഷോൾഡർ ബ്ലേഡും തമ്മിലുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്, അതിനാണ് AC ജോയിൻ്റ് എന്ന് പറയുന്നത്, അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ്. സോ ആ ജോയിൻറ്റ് പലപ്പോഴും പല ട്രീറ്റ്മെൻറ്റിലും ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു ജോയിൻ്റാണ്. അതേ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോയിൻ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്സിൽ നമ്മളൊരു 90 to 120 ഡിഗ്രീസ് അതിന് മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ കോളർ ബോണ്, ക്ലാവിക്കൽ, ഈ ഫ്രണ്ടിൽ കാണുന്ന കോളർ ബോണ്, അതിൻ്റേതായ ഒരു മൂവ്മെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനുണ്ട് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റിൽ. ഇത് സ്റ്റക്കായി കഴിഞ്ഞാൽ ഷോൾഡർ 120 ഡിഗ്രീസ് അല്ലെങ്കിൽ ഈ റേഞ്ചിന് മുകളിലോട്ട് പോക്കാൻ പാടായിരിക്കും. സോ ഇവിടെ ഈ ജോയിൻറ്റിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ്, അതുപോലെ തന്നെ സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻറ്റ്. ഈ കോളർ ബോണ് സ്റ്റേണുമായിട്ട്, ഈ നടുക്കത്തെ സെൻട്രൽ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ജോയിൻറ്റും ഉണ്ട്. ഈ രണ്ട് ജോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഇൻ ഓവർ ഹെഡ് ആക്ടിവിറ്റീസ്. കൈ തലയ്ക്ക് മുകളിലോട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകാം, നമ്മൾ ഓരോ പ്രാവശ്യം കൈ മുകളിലോട്ട് പൊക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ റൊട്ടേഷനുണ്ട്, ചെറിയ റൊട്ടേഷൻ നടക്കുന്നുണ്ട്, എലിവേഷനുണ്ട്, ഒരു റൊട്ടേഷനുണ്ട്. സോ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമാണ്. ഈ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റിൽ ഇപ്പോൾ മാനുവൽ തെറപ്പി പ്രൊസീജിയേഴ്സ് ഉണ്ട്, നമുക്കത് മൊബിലൈസ് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം, ചെറിയ ഗ്ലൈഡ്സ് കൊടുത്ത് അതിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യാം, അതിനെന്തെങ്കിലും പൊസിഷണൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ചിലപ്പോൾ വ്യക്തിയുടെ ജോലി അനുസരിച്ചിരിക്കും, നമ്മൾ കൂടുതലും കൈ കൊണ്ട് വെയിറ്റ് എടുക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒത്തിരി പുഷ് ചെയ്തുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ജോയിൻറ്റിനും ചിലപ്പോൾ ആർത്രൈറ്റിക് ചേഞ്ചസ് തന്നെ സംഭവിക്കാം. അത് നമ്മുടെ ആ വ്യക്തിയുടെ ആക്ടിവിറ്റീസ് അനുസരിച്ചിരിക്കും അങ്ങനെയുള്ള പ്രോബ്ലംസ്. സോ അത് അസസ് ചെയ്തിട്ട് അതിന് വേണ്ടിയതായ എക്സസൈസസ് കൊടുക്കണം. അങ്ങനെയുള്ള വ്യക്തിക്ക് ചിലപ്പോൾ ഈ മൂവ്മെൻറ്റ് വളരെ കോംപ്രമൈസ്ഡ് ആയിരിക്കും. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എസ്പെഷ്യലി റീച്ചിങ് ഔട്ട് ടു ദ ഓപ്പോസിറ്റ് സൈഡിങ്, ഈ സൈഡിലോട്ട് ചെന്ന് എന്തെങ്കിലും എടുക്കുക, അങ്ങനെ ചെയ്യുമ്പോഴത്തേന് പെട്ടെന്നൊരു വേദന വരും, ഒരു ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ ആയിരിക്കും. സോ അതേ സമയത്ത് മറ്റേ കൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ വേദനയില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് അതൊരു വളരെ അൺകംഫർട്ടബിൾ ആയിട്ടൊരു ഫീലിംഗ് ആയിരിക്കും. ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്, ഞാൻ ഈ കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നവുമില്ല, അതേ സമയത്ത് ഇടതേ കൈ കൊണ്ട് ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഭയങ്കര വേദന അനുഭവപ്പെടുന്നു, അതെന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ടായിരിക്കും അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ അതിന് വേണ്ടിയതായ ട്രീറ്റ്മെൻറ്റ്, ആ ജോയിൻറ്റിന് വേണ്ടിയതായ മൊബിലൈസേഷൻ ഓർ മാനിപ്പുലേഷൻ ഓർ ഗ്ലൈഡ്സ്, അതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേന് വി വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് ദ പേഷ്യൻറ്റ് ആൻഡ് ആ മൂവ്മെൻറ്റ് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. പൊസിഷൻ റീസ്റ്റോർ ചെയ്തിട്ട് വി ക്യാൻ ബ്രിങ് ദ മൂവ്മെൻറ്റ് ബാക്ക് ടു നോർമൽ ഫങ്ഷൻ. സോ അവിടെയൊക്കെ കൂടുതലും മോർ ഓഫ് മാനുവൽ മൊബിലൈസേഷനാണ്, മാനുവൽ തെറപ്പിയാണ് അവിടെ കൂടുതലും പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദാറ്റ് ഈസ് എ വെരി യുണീക്ക്. പക്ഷെ അതുപോലെ തന്നെയുള്ള ആ പ്രോബ്ലംസ് അത്രയും റാമ്പൻ്റ് അല്ല, അത്രയും കൂടുതലായിട്ട് കാണാറില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ഡു എ മിറക്കിൾ. സോ കൈ കൊണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇമ്മീഡിയറ്റ്ലി പെയിൻ റിലീഫാണ്. അപ്പോൾ സംടൈംസ് പേഷ്യൻസ് ഒരു മെഡിസിൻ പോലും എടുക്കാതായിരിക്കും പെട്ടെന്ന് അത് പ്രോബ്ലം തന്നെ സോൾവ് ആയി കിട്ടുന്നത്. സോ പേഷ്യൻ്റ് ഹിംസെൽഫ് വിൽ ബി സർപ്രൈസ്ഡ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി ഡോക്ടർ ജിബു ജോർജ് വർഗീസ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർ നമ്മളോട് ഷോൾഡർ പെയിനെ കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞു തന്നു. ടെൻഡനൈറ്റിസ്, ഫ്രോസൺ ഷോൾഡർ, റൊട്ടേറ്റർ കഫ്സ്, അതുപോലെ തന്നെ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം, AC ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ, അങ്ങനെ നമ്മുടെ എല്ലാ ഡൗട്ട്സും ഡോക്ടർ ക്ലാരിഫൈ ചെയ്ത് തരികയുണ്ടായി. ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്ക് നന്ദി, നമസ്കാരം.